കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തും കൊട്ടാരക്കരയിലും നവകേരള സദസ്സിനെ വരവേറ്റത് പതിനായിരങ്ങൾ. കേരളത്തിൽ നടക്കില്ലെന്ന് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ 2016-ൽ ഇടതുമുന്നണി അധികാരമേറ്റ ശേഷം നടപ്പിൽ വരുത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പത്തനാപുരത്ത് നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പത്തനാപുരത്തു നിന്നുമായിരുന്നു കൊല്ലം ജില്ലയിലെ നവകേരള സദസ്സുകൾക്ക് തുടക്കം കുറിച്ചത്. 2016 മുതൽ ഇടത് സർക്കാർ സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പത്തനാപുരത്തെ ജനാവലിയുടെ മുൻപിൽ വിശദീകരിച്ചു. ആദ്യം നമ്മുടെ നാടിൻ്റെ നിരാശ, ജനങ്ങളെ ആകെ ബാധിച്ച നിരാശ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ മാറുന്നതായി നാം കണ്ടു. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് കരുതിയിരുന്നവർ ഇവിടെ പലതും നടക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലെത്തി. നിരാശ മാറി പ്രത്യാശയായി. ഇപ്പോൾ നാഷണൽ ഹൈവേ ആർക്കും ആശങ്ക ഉളവാക്കുന്ന കാര്യമല്ല. നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. 2016-ൽ ജനങ്ങൾ കൈവിട്ട UDF സർക്കാരിൻ്റെ വികസന വിരുദ്ധ നയങ്ങൾ മുഖ്യമന്ത്രി പത്തനാപുരത്ത് ചൂണ്ടിക്കാട്ടി. UDF ഈ സദസ്സ് ബഹിഷ്കരിച്ചല്ലോ. എന്താ ജനങ്ങളെടുത്തത്? ജനങ്ങൾ പൂർണ്ണമായി ഈ പരിപാടി നെഞ്ചേറ്റി. അതിൻ്റെ ഭാഗമായാണ് ജനസഹസ്രങ്ങൾ ഓരോ പരിപാടിയിലും ഒഴുകിയെത്തുന്നത്. ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ കൊട്ടാരക്കരയിലും നവകേരള സദസ്സിൽ പതിനായിരങ്ങൾ ഒഴുകിയെത്തി. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ പ്രതിശീർഷ വരുമാനത്തിലും ആഭ്യന്തര ഉൽപ്പാദനത്തിലും കേരളം വൻ മുന്നേറ്റം കാഴ്ചവെച്ചു. എന്നാൽ വികസന പ്രവർത്തനങ്ങൾ തടയുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ കാട്ടിയത്. പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരണാഹ്വാനം നടത്തിയ നവകേരള സദസ്സിനെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കൊട്ടാരക്കരയിലും പത്തനാപുരത്തും കാണാനായത്. കൈരളി ന്യൂസ്, കൊല്ലം.